ശ്രീരാജുണ്ട് അവിടെ നിന്ന്. ശ്രീരാജ് അങ്ങനെ എല്ലാം ഒടുവിൽ വിട വാങ്ങിയിരിക്കുന്നു. എന്താണ് ശ്രീരാജ് പങ്കുവെക്കാനാവുക? സംഗീത അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയായി ചിതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും വൈകാരികമായ ആ ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം ഒന്നാകെ കടന്നു പോകുന്നത്. അച്ഛനും അമ്മയും അടക്കം തീർച്ചയായും ആർക്കും ഒരു വാക്കുകൾക്കും ആശ്വാസം നൽകാനാവാത്ത നിമിഷമാണ് ഒരു 13-കാരൻ്റെ മരണം. ഷമീറും അവിടെ നിന്ന് ചേരുകയാണ്. ഷമീർ, ദുഃഖസാന്ദ്രമായ നിമിഷങ്ങൾ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, അവരെങ്ങനെ ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമെന്നറിയാതെ അവരെ ആശ്വസിപ്പിക്കാൻ ആവാതെ നിൽക്കുന്ന ബന്ധുക്കളും ഉറ്റവരുമൊക്കെ, അങ്ങനെ എല്ലാം കൊണ്ടും തീർത്തും നിസ്സഹായതയുടെ നടുവിലാണ് ഷമീർ നിൽക്കുന്നതെന്നറിയാം. എന്താണ് ഷമീർ പറയാനാവുക? സംഗീത, ഏതാണ്ട് മിഥുൻ ഇപ്പോൾ അഗ്നിക്ക് ചിതയിലേക്ക് വച്ചു. മിഥുന്റെ മൃതദേഹം ഇപ്പോൾ ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. കുഞ്ഞനുജനാണ് ആ ചടങ്ങുകളൊക്കെ നിർവഹിച്ചത്. ഇതിനുശേഷം അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. മിഥുൻ ഇനിയൊരു ഓർമ്മ മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 17-ാം തീയതി മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേര് മിഥുൻ എന്നായിരുന്നു. ആ മിഥുനെ ഏറ്റ ഈ ദുരവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു ഷോക്കേറ്റുള്ള മരണം, അതിന് ഉത്തരവാദികൾ ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. എന്തായാലും ഈ കുട്ടിയെ, മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്കൂളിലേക്കും അതുപോലെ തന്നെ മിഥുന്റെ വീട്ടിലേക്കും ഒഴുകിയെത്തിയത്. നമുക്കറിയാം, 2:15 മണിയോടുകൂടിയാണ് ഈ ഇതിന്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അണമുറയാത്ത ജനപ്രവാഹമായിരുന്നു 4 മണിവരെയും ഇവിടെ. പിന്നീടും ആളുകൾ വലിയ രീതിയിൽ ഇവിടെ ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചടങ്ങുകൾ, അന്ത്യകർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി വേഗം തന്നെ കുട്ടിയെ ചിതയിലേക്ക് എടുക്കുകയായിരുന്നു. എന്തായാലും പിതാവും അതുപോലെ തന്നെ കുഞ്ഞിന്റെ പിതാവും മനോജും മാതാവും ഒക്കെ ഒരുമിച്ച് പൊട്ടിക്കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. ആശ്വസിപ്പിക്കുന്നത് കണ്ടു. സുജിയെ ആശ്വസിപ്പിക്കുന്ന മനോജിനെ നമ്മൾ കണ്ടു. അങ്ങനെ ഭേദകമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ സ്കൂളിലും അവന്റെ ക്ലാസ് അധ്യാപിക കുഴഞ്ഞു വീഴുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. അതുപോലെ തന്നെ അവിടെ എത്തിയ ഭൂരിപക്ഷം രക്ഷിതാക്കളായ മാതാപിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം കേരളത്തെ കണ്ണീർ കടലാക്കിക്കൊണ്ടാണ് മിഥുൻ യാത്രയാകുന്നത്. നമുക്കറിയാം, മാതാവ് സുജിക്ക് വേണ്ടിയിട്ടായിരുന്നു 2 ദിവസം ഈ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിൽ വച്ചിരുന്നത്. ഈ 2 ദിവസത്തിന് ശേഷം ഇന്ന് കുവൈറ്റിൽ നിന്നും 9 മണിയോടുകൂടിയാണ് സുജയ എത്തിയത്. അതിനുശേഷം സുജിയെ വളരെ വേഗത്തിൽ ഈ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അവർ ഏതാണ്ട് 2 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം മകന്റെ ഭൗതിക ശരീരം കണ്ട് അവർ പൊട്ടിക്കരയുന്നത് നമ്മൾ കേരളം കണ്ടു. അങ്ങനെ ഹൃദയഭേദകമായ കാഴ്ചകൾ. അത് ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വേണം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാൻ. കാരണം ഒരു കുട്ടി സ്കൂളിലേക്ക് രാവിലെ പഠിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടാക്കുന്നു. അതിനുശേഷം വൈകിട്ട് നേരത്തെ തന്നെ വന്ന് വിളിക്കണം അച്ഛാ എന്ന കുട്ടി പറയുന്നു. പിന്നീട് കുട്ടിയുടെ ഭൗതിക ശരീരം, മൃതദേഹമാണ്, മരണപ്പെട്ട ചേതനയേറ്റ ശരീരമാണ് പിതാവിന് 10 മണിയോടുകൂടി, ഏതാണ്ട് അരമണിക്കൂറോടുകൂടി അച്ഛനെ കാണാൻ സാധിച്ചത്. അതും ആ സ്കൂൾ അധികൃതരുടെ അനാസ്ഥ, KSEB പോലുള്ള സംവിധാനങ്ങളുടെ അനാസ്ഥ, അങ്ങനെ സർവത്ര അനാസ്ഥയ്ക്കിരയായി
ഒരു 13 വയസ്സുകാരൻ ഇനിയും ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചേർക്കേണ്ട, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആ കുഞ്ഞ് വയസ്സാഘാതമേറ്റ് മരിച്ചു. അങ്ങനെ ആ മരണത്തിന് ഉത്തരവാദിത്തം പറയാൻ ഇതുവരെയും ആർക്കുമായിട്ടില്ല. 3 ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഇപ്പോഴും അതിന്റെ ഒന്നും അന്തിമ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ പോലും കാര്യങ്ങൾ എത്തിയിട്ടില്ല. നമുക്കറിയാം, സ്കൂളിലെ പ്രിൻസിപ്പൽ ഹെഡ്മിസ്റ്റേഴ്സ് അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതൊഴിച്ചാൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ ഈ ഒരു മരണത്തിൽ ഉണ്ടായിട്ടില്ല. ഉത്തരവാദികൾ നിരവധി പേരുടെ പേരുകൾ ഉന്നയിക്കുന്നു. KSCB-യുടെ പേരുന്നയിക്കുന്നു, അതുപോലെ പഞ്ചായത്തിന്റെ പേരുന്നയിക്കുന്നു, അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെ പേരുന്നയിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും പേരുകൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയ മന്ത്രി വ്യക്തമാക്കിയത്. അന്വേഷണത്തിന് ശേഷം ഉചിതമായ തീരുമാനം, ആരാണ് ഈ കുറ്റത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ, അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആശ്വാസ ധനസഹായമായ കുടുംബത്തിന് 3 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് കൈമാറി. വൈദ്യുത വകുപ്പ് 5 ലക്ഷം രൂപ കൈമാറി. അങ്ങനെ പണം കൊണ്ട് ഒരിക്കലും ആ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും ധനസഹായം ആശ്വാസമായിട്ട് ആ കുടുംബത്തിന് ആ പണം സർക്കാർ നൽകുന്ന ഒരു സാഹചര്യം. പുതുതായി ഇപ്പോൾ ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ജോലി നൽകണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഈ മരണ വീട്ടിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP, കോവൂർ കുഞ്ഞുമോൻ MLA, KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ തന്നെ എത്തിച്ചേർന്നു. മന്ത്രിമാർ ആരും തന്നെ ഇന്ന് എത്തിച്ചേർന്നില്ല. KV ഗണേഷ് കുമാർ രാവിലെ എത്തിയതൊഴിച്ചാൽ ഈ അന്തിമോപചാര ചടങ്ങുകൾ മന്ത്രിമാർ ആരും തന്നെ പങ്കെടുത്തില്ല എന്ന് വേണം പറയാൻ. അത് ഒരു പക്ഷേ വലിയ പ്രതിഷേധം, അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായതുകൊണ്ടാകാം അത്തരത്തിൽ മന്ത്രിമാരാരും തന്നെ പങ്കെടുക്കാതിരുന്നത്. സ്കൂളിൽ സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിച്ചത് ജില്ലാ കളക്ടർ ദേവിദാസ് ആണ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്തായാലും മിഥുന്റെ ശരീരം അഗ്നി ഏറ്റുവാങ്ങുകയാണ്. മിഥുൻ ഒരു ഓർമ്മയായും മാറുകയാണ് ഈ ഒരു വേളയിൽ. സംഗീത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അന്ത്യനിമിഷങ്ങൾ കടന്നു പോവുകയാണ്. മിഥുൻ്റെ മരണം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതവിടെ അവശേഷിക്കുന്നുണ്ട്. ജാഗ്രത പുലർത്തേണ്ടവർ കാണിച്ച അനാസ്ഥ അതവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിനൊരു മരണം വേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏവരുടെയും ഉള്ളു പൊള്ളിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഷമീർ തുടരുന്നുണ്ട്. ഷമീർ, ഇനി അവിടെ ആരൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം അവശേഷിക്കുന്നത്? അവർ എല്ലാവരും ബന്ധുമിത്രാദികളെല്ലാം അവർക്കൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുന്നൊരു സാഹചര്യം. ഇനി എന്താണ് അവിടുത്തെ മറ്റ് കാര്യങ്ങൾ? മിഥുന്റെ മൃതദേഹം ചിതയെരിയുകയാണ്. കുടുംബ അംഗങ്ങളും അതുപോലെ ഇവിടെ എത്തി മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾ പലരും ഇവിടെ ഉണ്ട്. ഇതിനുശേഷം മറ്റ് കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് മിഥുന്റെ ഭൗതിക ശരീരം ഇത്തരത്തിൽ ചിതയിലേക്ക് എത്തിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും ഈ മിഥുന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇതിൽ ഉത്തരവാദികൾ ആരായിരുന്നു എന്ന കാര്യത്തിലുള്ള കൃത്യത ഉണ്ടാകും. അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാകുക. ഇന്നത്തെ നേതാക്കളൊന്നും തന്നെ രാഷ്ട്രീയമായി ഇന്ന് ഒരു പ്രതികരണം നടത്തില്ല. കാരണം കുട്ടിയുടെ അന്ത്യകർമ്മം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണ വേദിയാക്കാൻ അവരാരും ഉദ്ദേശിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ നേതാക്കളൊന്നും തന്നെ ഇന്ന് പ്രതികരണം നടത്തിയിട്ടുമില്ല. അങ്ങനെ എല്ലാ നേതാക്കളും, ഒരു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തി സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മിഥുന്റെ ഭൗതിക ശരീരം കാണാൻ പറ്റാതെ ആയ പല ആളുകളും ഇവിടെ നിന്ന് കാണാൻ പറ്റാത്ത ശേഷം മടങ്ങി പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. മിഥുന്റെ ഭൗതിക ശരീരം
അഗ്നി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സംഗീത, എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയരും. ഇനിയൊരു മിഥുൻ ഉണ്ടാകാൻ പാടില്ല, ഇനിയൊരു കുട്ടിക്കും ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ ഇത്രയും അനാസ്ഥയ്ക്ക് ഇരയായ ഒരു കുട്ടി മരിക്കുന്ന സംഭവം പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ വലിയ നിലവാരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൊടിയ അനാസ്ഥയിലൂടെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഒരു സ്കൂളിലേക്ക് ഉണ്ടായത്. അതിൽ നിരുത്തരവാദപരമായ ഒരു മന്ത്രി പ്രതികരിക്കുന്നത് കണ്ടു. പിന്നീട് അവർ തന്നെ മാപ്പ് പറയുന്നതും കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും കണ്ടു. അങ്ങനെ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുകയും ചെയ്തു. എന്തായാലും മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നു. മിഥുന്റെ മൃതദേഹം ഇപ്പോൾ അഗ്നി ഏറ്റുവാങ്ങിയിരിക്കുന്നു. സംഗീത, തീർച്ചയായും ഷമീർ പറഞ്ഞതുപോലെ ഈ ഒടുവിലായുള്ള നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ പോലും അവശേഷിക്കുന്നത് മിഥുൻ്റെ ആ ഓർമ്മപ്പെടുത്തലാണ്, മരണം കൊണ്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു നിരുത്തരവാദപരമായ കാര്യങ്ങളിൽ നിന്നുണ്ടായ ഒരു മരണം എന്നുള്ളത് തന്നെയാണ്. അത് ഒരിക്കലും കേരള സമൂഹത്തിന് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിലുള്ള അന്വേഷണങ്ങൾ തുടരുക തന്നെയാണ്. വരും ദിവസങ്ങളിലും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിൻ്റെ ചർച്ചകളും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ജീവൻ പൊലിയേണ്ടി വന്നു എന്നുള്ളത് അതിലേറ്റവും ഖേദകരം തന്നെയാണ്. അവസാന നിമിഷങ്ങൾ.